ഹായ് ഹലോ. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വിസ്മയ എത്തിയിരിക്കുകയാണ്. മക്കളെ പോലെ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാനും ഇതുവരെ ഇങ്ങനത്തെ വാട്ടർ തീം പാർക്കിലൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആ കയറി വരുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഞാൻ ഒന്നുകൂടെ റൗണ്ട് അടിച്ച് വരാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു തിരിച്ച് പോവുകയാണെന്ന്. അപ്പം ഞാനും ഒന്ന് കയറ്റി കൊടുത്തു. അതേ നമ്മൾ തിരിച്ച് പോവുകയാണ്, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരാം എന്ന് പറയലും ഇവരുടെ മുഖമൊക്കെ വാടി. പിന്നെ വണ്ടി തിരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള പോക്കാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ വന്നാൽ കരിഞ്ഞു പോവും. വെയിലെന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര വെയിലായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഇങ്ങനൊരു ഇരിപ്പായിരുന്നു. ചെറിയ ചെറിയ ചാമ്പ്യാലോ ചെറിയ മേം എപ്പോഴേ വന്ന മോനെ, ഇതാ നിക്കുന്ന കണ്ടില്ലേ. ഹായ് ഗായ്സ്. ഏട്ടത്തി അല്ല, ഏട്ട ഇൻട്രോ പറഞ്ഞോ. ഹാപ്പി ഓൻ അത്ര ഉഷാറല്ല. അങ്ങനെ ഈ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി ഉള്ളിലോട്ട് കയറുമ്പോൾ സെക്യൂരിറ്റി ഒക്കെ ചോദിക്കുകയാണ് ഇതെന്താ ഈ ഒരു കോസ്റ്റ്യൂമിലെന്ന്. കാരണം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരികയാണല്ലോ. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം സെക്യൂരിറ്റി സ്റ്റാഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ജോലിക്ക് നിൽക്കുന്ന ആളുകളാണെങ്കിലും വളരെ നല്ല രീതിയിലാണ് നമ്മളെ അടുത്ത് പെരുമാറിയത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത് വിസ്മയ വാട്ടർ തീം പാർക്കിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയാനാണെങ്കിൽ ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പകുതി മുക്കാലും കാര്യങ്ങളും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. കയറാത്തതും കാണാത്തതുമായിട്ടുള്ള റൈഡുകളൊക്കെ പോട്ടെ, കയറിയ റൈഡിലുള്ള വീഡിയോസ് പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്ത് ക്ലിപ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചേഞ്ചിങ് റൂമിലേക്ക് വന്നു. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം അറിയുന്നത്. ഞങ്ങൾ 3 പേരും ബ്ലാക്കാണ് ഇട്ടിരിക്കുന്നതെന്ന്. ഓൾറെഡി നമ്മൾ കുറേ സമയം കളഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി നമ്മൾ അത്ര സമയം എടുത്തില്ല. പിന്നെ എൻ്റെ മേക്കപ്പൊക്കെ വൻ കോമഡി ആയിരുന്നു. ആദ്യം ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്കാണല്ലോ പോയത്. അപ്പോൾ അമ്പലത്തിലേക്ക് സെറ്റ് സാരിയൊക്കെ കൊടുത്തപ്പോൾ മേക്കപ്പും കുറച്ച് ആർഭാടമാക്കി. അപ്പോൾ ആ മേക്കപ്പ് പോക്കി വേറെ ഇടാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ സമയം അങ്ങ് പോകും. അതുകൊണ്ട് ഇട്ട മേക്കപ്പാലേ ഞങ്ങൾ താഴോട്ട് പോയി. കാരണം വാവയ്ക്ക് വയ്യാത്തതുകൊണ്ട് മോൻ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് മാറി മാറി എടുത്തിട്ടാണ് ഓരോ റൈഡിലൊക്കെ പോയിരുന്നത്. ഒന്നാമത്തെ ടേക്കിൽ ശരിയാവാത്തത് ഞങ്ങൾ രണ്ടാമത്തെ ടേക്ക് റെഡിയാക്കി എടുത്തു. അങ്ങനെ സെൽഫി വീഡിയോ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. നിങ്ങൾ ഇവരുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ശ്രദ്ധിച്ചോ? എന്തൊരു പുച്ഛം അല്ലേ? ഇതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പോകുന്നില്ല. എൻ്റെ വീഡിയോസിനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന എൻ്റെ 1400 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടൊരു ലക്ഷ്യമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കാതെ നേരെ അങ്ങ് നടന്നു. ഈ ഒരു ഗെയിം നല്ല രീതിക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു. കാരണം കുറേ ചിരിക്കാനുള്ള വക ഉണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിള്ളേർ പോയിട്ട് ഇതിൽ കയറി. പിള്ളേരൊക്കെ ഒരു കയറിട്ട് കെട്ടിവെക്കേണ്ട അവസ്ഥയായിരുന്നു. കാരണം ഏതൊക്കെ വഴി കൂടെയാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും റൈഡിൻ്റെ ഉള്ളിൽ കയറ്റിക്കഴിഞ്ഞാൽ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ. ഈ റൈഡ് കയറിയത് ശരിക്കും അവർ പെട്ട അവസ്ഥയായിരുന്നു. കുറച്ചു നേരം അനങ്ങാണ്ടിങ്ങനെ ഇരിക്കേണ്ടി വന്നു. പുറത്തിറങ്ങാനും പറ്റുന്നില്ല, എണീക്കാനും പറ്റുന്നില്ല, ആകപ്പാടെ കുടുങ്ങി. എനിക്ക് ഇത്ര സ്പേസ് ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മോൻ്റെ മൂടൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടിയിൽ കയറ്റിയിരുത്തി. പക്ഷെ അതിലും അത്ര നേരം ഇരുന്നില്ല. വേഗം എഴുന്നേറ്റ് നമ്മൾ ഒക്കത്തേക്ക് തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത റൈഡിൻ്റെ അടുത്തേക്ക്
കുറച്ച് നേരം വരിക്ക് നിന്നെങ്കിലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഈ റൈഡിൽ കയറി പറ്റി. അതിനിടയ്ക്ക് മക്കളെല്ലാവരും കൂടി ഈ ഒരു റൈഡ് കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും നല്ല ചിരിച്ചിരിക്കുമ്പോൾ എൻ്റെ മോള് മാത്രം പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി താഴത്തിരുന്ന് ഓരോന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഇരുത്തി. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആളൊന്ന് ഉഷാറായി. പിന്നെ ഇങ്ങനെ ആള് തടിച്ചു കൂടി നിൽക്കുന്നിടത്തൊന്നും ഞങ്ങൾ വരിക്ക് നിൽക്കാൻ പോയിട്ടില്ല. കാരണം ആ വരിയിലെങ്ങാനും നിന്നാൽ പിന്നെ അവിടെ നിൽക്കാനേ നേരം കാണൂ. വേറെ ഒരു റൈഡിൽ നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഈ ഒരു റൈഡിൽ എൻ്റെ 2 ഏട്ടന്മാർക്കും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിലൊന്നും കയറാൻ പറ്റിയില്ല. കാരണം ഉച്ചക്കായപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം എന്നുള്ള പ്ലാനിലായി. കാരണം ഓൾറെഡി അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് അവിടേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇനി 4 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ എന്നും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേറെ കുറേ റൈഡിലേക്ക് കയറാൻ പോയി. ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത്ര എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല ഫുഡ് കിട്ടും എന്നുള്ള കാര്യത്തിൽ. പക്ഷെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കിട്ടിയത്. ചെറുതിന് ഞാൻ വെറുതെ ഒരു കോസ്റ്റ്യൂം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ആള് വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല. നല്ല പനിയാണെങ്കിലും ആള് ഞങ്ങളെ വെറുപ്പിക്കാനൊന്നും നിന്നിട്ടില്ല. കരച്ചിലോ പിഴിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവരെ തോളത്ത് കിടന്ന് ഉറങ്ങും അങ്ങനെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് വന്നത്. സംഭവം എന്താ നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു. കയറി കുടുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. ആദ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൊത്തത്തിൽ കറങ്ങുന്ന ഒരു ഫീലാണ്. ഇതൊരു നോർമൽ സംഭവമാണെന്ന് കരുതി ഞാനാണ് ആദ്യം തന്നെ ഇതിനുള്ള കയറിയത്. അതിനെനിക്ക് 8ന്റെ പണി തന്നെ കിട്ടി. കാരണം നടുവിലൊന്നും ഒരിക്കലും നിൽക്കരുത്. 2 ഭാഗത്തേക്ക് ഓടാൻ പറ്റാതെ നമ്മളവിടെ ഞാൻ ആ നടുവ് കിടന്ന് ശരിക്ക് പെട്ടുപോയി. എനിക്കാണെങ്കിൽ അങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല. അവസാനം അവിടെ കുത്തിയിരുന്ന് ആർത്ത് കരച്ചിലായിരുന്നു. ഇതെന്താ സംഭവം എന്നുള്ളത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കയറില്ലായിരുന്നു. ഇനി കയറിയാൽ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഇത് ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഇതൊന്നും അറിയാതെ പെട്ടെന്ന് കയറിയപ്പോൾ ഒരു ഷോക്കായിരിക്കണം. ആ റോക്കറ്റ് വിട്ട് പോലെ വരുന്നത് എൻ്റെ കെട്ടിയോനും എൻ്റെ ഏട്ടനുമാണ്. അതൊരു നല്ലൊരു ഇതായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ കിളി പോയി. ഇങ്ങനത്തെ ഒരു റൈഡിൽ ഞാൻ മരിക്കുന്നവരെ കയറില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഞാനിവിടെ എത്തുന്നതിന് മുന്നേ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനും കാണാനും മാത്രമാണ് വരുന്നത്. പിന്നെ കുറച്ച് വെള്ളത്തിൽ കളിക്കും. ഇത്രേ എൻ്റെ പരിപാടിയുള്ളൂ. ബാക്കി ഞാൻ ഒന്നിലും കയറില്ലെന്ന്. പക്ഷേ എൻ്റെ ഏട്ടന്മാരും എൻ്റെ ഭർത്താവും കൂടെ എന്നെ എല്ലാ റൈഡിലും കൊണ്ട് കയറ്റി. അത് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മോൻ ആകെ സൈഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫീഡിംഗ് റൂമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് പാലൊക്കെ കൊടുത്ത് മോനൊന്ന് ഉറക്കി. ഇതിനിടയ്ക്ക് ഒരുപാട് റൈഡിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കിട്ടുന്നത് ഈ ഒരു വീഡിയോ ആണ്. അതായത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും ചേഞ്ചിങ് റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി ഇതാ പെട്ടിയും കിടക്കയായിട്ട് പോകുന്നു. അവിടുന്ന് ഏറ്റവും അവസാനം ഇറങ്ങി പോകുന്നത് ഞങ്ങളാണ്. അങ്ങനെ വണ്ടിയിലിരുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും മോന് നല്ല പനിയായി. അപ്പോൾ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി മോന് മരുന്നൊക്കെ കൊടുത്ത് ടെമ്പറേച്ചർ കുറച്ച് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നേരെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഹാപ്പി ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഹാപ്പി ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മോന് പനി ഇച്ചിരി അധികമായി. അപ്പോൾ വൈകുന്നേരം രാത്രി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കയറി മരുന്നൊക്കെ കൊടുത്ത് ടെമ്പറേച്ചർ കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ
വന്നു. അങ്ങനെ അത് കഴിഞ്ഞതാ ഇപ്പോൾ സമയം ഏകദേശം 12 1 മണി ആയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ഒരു എന്താ പറയുക, നിങ്ങളോട് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഒരു വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇരുന്നതാണ്. ഇന്നത്തെ ഒരു ദിവസം സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ട്രിപ്പ് മീൻസ് ക്യാൻസൽ ആവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എങ്ങനെയൊക്കെയോ നമ്മൾ മറികടന്ന് നമ്മളിന്ന് പോയതാണ്. അപ്പം എൻജോയ് ചെയ്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90% നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷെ 10% എവിടേക്കോ ചെറിയ മിസ്സിങ്ങുകൾ ഉണ്ടായിരുന്നു. കാരണം മോന് സുഖം ഉണ്ടായിരുന്നില്ല, വേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം മൈൻഡ് വേറെ എവിടെയൊക്കെ ആണെങ്കിൽ കൂടെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ മൊമെൻറ്റ്സ്, അതായത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല ഇതിന് ശേഷം, അതായത് ഞാൻ ഈ വീഡിയോ എടുത്ത ഒരു ഈവനിങ് ഒക്കെ ആയ സമയം തൊട്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ടൈം ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഏട്ടന്മാരും എൻ്റെ ഹസ്ബൻഡും കൊണ്ട് എന്നെ പൊക്കി കൊണ്ടുപോയി കുറേ എന്താ പറയുക സ്ലൈഡ് ഉണ്ടല്ലോ, ഞാൻ ഒന്നിലും കയറാൻ എനിക്ക് ഒന്നും ഞാൻ കയറില്ല, മരിക്കുന്നവരെ കയറില്ല എന്ന് വിചാരിച്ചിരുന്ന പലതിലും എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് കയറ്റി അവരെൻ്റെ പേടി മാറ്റി. ഞാൻ പണ്ട് വെറും വീഡിയോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. വെറും അയ്യോ ഈ വീഡിയോ എടുക്കണ്ടേ ആ വീഡിയോ എടുക്കണ്ടേ, അപ്പോൾ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം, മീൻസ് നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റണം, എനിക്കും എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്ര രീതിയിലുള്ള കുറേ വീഡിയോസ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് കാണിച്ചു തരാം. അതിനപ്പുറം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യണം. അത് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷേ പല സിറ്റുവേഷൻ നമുക്ക് ഫോൺ എടുത്ത് മൊത്തം വെള്ളത്തിലാണല്ലോ കളി, അപ്പോൾ അത് നമുക്ക് ഫോൺ എടുത്ത് എപ്പോഴും പോകാൻ പറ്റില്ല. അതിനപ്പുറം മോൻ ഒട്ടും സുഖമില്ലായിരുന്നു. അപ്പം ഓരോരുത്തരും മാറി മാറി എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും കളിക്കാൻ പോകുന്നത്. ഒരു സമയത്ത് ഞാൻ എടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും പോകും, പിന്നെ ഏട്ടൻ എടുക്കും, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എടുക്കും, പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി എടുത്തിട്ടാണ് നമ്മൾ കളിക്കാനൊക്കെ പോയിരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഈ ബിസി ഷെഡ്യൂളിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ്, അതിപ്പം സ്വിറ്റ്സർലാൻഡോ പാരീസോ ഒന്നും പോകണമെന്നില്ല, നമ്മൾ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ ഒരു ദിവസം ഒരു എന്താ പറയുക സ്റ്റേക്കേഷൻ പോലെയൊക്കെ നമ്മൾ ചെയ്താലുണ്ടല്ലോ, നമ്മുടെ ബോണ്ട്, നമ്മൾ തമ്മിലുള്ള ബോണ്ട് ഉണ്ടല്ലോ കുറച്ചൊരു സ്ട്രോങ് ആവും. ഇതിങ്ങനെ ഇടയ്ക്ക് മാത്രം ഫോൺ വിളിക്കുക, വാട്സാപ്പ് ചെയ്യുക, ഇതിലൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ബോണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറം ഇടയ്ക്കെങ്കിലും നമ്മൾ വർഷങ്ങളിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊരു ട്രിപ്പ് പോലെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു അല്ല. ഇനി കുറേ ദിവസത്തേക്ക് എനിക്കിത് മതി, എനിക്ക് കുറേ മാസങ്ങളിലേക്കുള്ള ഓർമ്മയായി. ഇനി അത് മീൻസ് അതിനൊരു കോട്ടം വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ പോകണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. അപ്പം ഇനി മാക്സിമം ഞാൻ ഓരോ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് എനിക്ക് തുടർന്നും തരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.